ഹായ് പ്രിയപ്പെട്ട എല്ലാവർക്കും ലൈഫ് ടോൺ ചാനലിലേക്ക് സ്വാഗതം. നമ്മളൊക്കെ പുറത്ത് ഒക്കെ ഒരു യാത്ര പോയതിന് ശേഷം ഫാമിലിയായിട്ട് ഏതെങ്കിലും നല്ല റെസ്റ്റോറൻറ്റിൽ കയറി ഫുഡ് കഴിക്കാൻ വേണ്ടി വൈകിട്ടിരിക്കുമ്പോൾ വെയിറ്റർ വന്ന് നമ്മളോട് ചോദിക്കും ആദ്യമായിട്ട്, അല്ലേ? എന്താ ചോദിക്കുന്നത്? മെയിൻ ഫുഡ് ഓർഡർ ചെയ്യുന്നതിന് മുമ്പായിട്ട് സാർ സൂപ്പ് വേണോ എന്ന് ചോദിക്കും. അപ്പോൾ നമ്മൾ വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം കുറേ സൂപ്പിൻ്റെ ഓർഡർ പറയും, അല്ലേ? C2 ചിക്കൻ സൂപ്പ്, ചിക്കൻ ക്ലിയർ സൂപ്പ്, ടൊമാറ്റോ സൂപ്പ്, ചിക്കൻ മഞ്ചോ സൂപ്പ്, ഫിഷ് സൂപ്പ്, മട്ടൺ സൂപ്പ്, അങ്ങനെ ഒരുപാട് സൂപ്പുകൾ ഒരുപാടുണ്ട്. ഈ സൂപ്പുകളൊക്കെ നേരത്തെയും നമ്മുടെ വീടുകളിലുണ്ടായിരുന്നു. പണ്ടൊക്കെ നമ്മുടെ കാരണവന്മാർ വീട്ടിൽ ഇത്തരം സൂപ്പുകളൊക്കെ ചെയ്യുമായിരുന്നു. ഇന്നാണ് അതിന് വലിയ പേരൊക്കെ വന്നത്. അപ്പോൾ അന്നത്തെ സൂപ്പുകൾ എന്നൊക്കെ പറഞ്ഞാൽ നമ്മുടെ വീട്ടിൽ സാധാരണ വീടുകളിലൊക്കെ പോത്തൊക്കെ മേടിക്കും, അല്ലേ? പോത്തൊക്കെ മേടിച്ച് നിങ്ങളൊന്നും കണ്ടിട്ടുണ്ടാവുകയില്ല. പ്രായമുള്ളവർക്ക്, ഈ വീഡിയോ കണ്ടിരിക്കുന്നവർക്കൊക്കെ അത് മനസ്സിലാവും. പോത്തൊക്കെ മേടിച്ച് കഴിഞ്ഞാൽ നല്ല മൺകലത്തിലൊക്കെ മൺചട്ടിയിലൊക്കെ ധാരാളം ഒരു 4-5 കിലോ പോത്തൊക്കെ ആയിരിക്കും വീട്ടിൽ മേടിക്കുന്നത്. ഏത് മീറ്റ് ആയിക്കോട്ടെ മേടിച്ച് അത് നന്നായിട്ട് അവരതിൻ്റെ മസാലകളൊക്കെ ചേർക്കുന്നതിന് മുമ്പായിട്ട് ഇഞ്ചി, കുരുമുളക് മുതലായ ഐറ്റംസൊക്കെ ചേർത്ത് അത് ചട്ടിയിൽ ഒന്ന് വേവിച്ച് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചായിരിക്കും വേവിക്കുന്ന, കരിയാപ്പിലൊക്കെ ഇട്ട്. അപ്പോൾ ഒരു ഒരു 3/4 പരുവാകുമ്പത്തിന് ചിലപ്പം വെള്ളം കൂടുതലാണെന്ന് വീട്ടിലെ അമ്മച്ചിക്കൊക്കെ തോന്നിക്കഴിഞ്ഞാൽ അവരെന്ത് ചെയ്യും? അത് കളയത്തില്ല. അത് ഒരു പാത്രത്തിൽ, എന്നൊക്കെ ചെറിയ ചട്ടിയുണ്ട്, ബൗൾ പോലെ, അതിൽ കോരി എടുത്തിട്ട്, ചൂടോടെ കോരി എടുത്തിട്ട് അതിനകത്ത് കുരുമുളകും മഞ്ഞൾപ്പൊടിയും അതുപോലെ ബാക്കി ഇൻഗ്രീഡിയൻസൊക്കെ ചേർത്ത് നല്ല ചൂടോടെ അത് വീട്ടിലെ കുടുംബാംഗങ്ങൾക്ക് കൊടുക്കും. അപ്പോൾ അത് നല്ലൊരു ഊർജ്ജദായകമാണ്. ഈ സൂപ്പ് എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിന് ഹീറ്റ് സമ്മാനിക്കുന്ന ഒരു അപ്പിറ്റൈസറാണ്. അതായത് ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പായിട്ട് ആ ഭക്ഷണം കഴിക്കാൻ വേണ്ടി നമുക്ക് മനസ്സിൽ അല്ലെങ്കിൽ ആമാശയത്തിൽ ഒരു ത്വര ഉണ്ടാക്കും, വിശപ്പിനെ ഇൻക്രീസ് ചെയ്യും, വർദ്ധിപ്പിക്കും. അതുപോലെ തന്നെ നമുക്ക് ശരീരത്തിന് നല്ല ഹീറ്റ് സമ്മാനിക്കുന്നതാണ്. ഓരോ സൂപ്പിനും വ്യത്യസ്തമായിട്ടുള്ള രുചികളാണ്, വ്യത്യസ്തമായിട്ടുള്ള ഗുണങ്ങളാണ്. പൊതുവെ ഹീറ്റാണ് നമുക്ക് സമ്മാനിക്കുന്നത്. അപ്പോൾ ഇന്ന് നമ്മുടെ കുക്കിംഗ് സെക്ഷനിൽ സീറ്റ് ആയിട്ട് ഉള്ള ഒരു സൂപ്പൊന്നുമല്ല, വളരെ സിമ്പിളായിട്ടുള്ളൊരു സൂപ്പാണ്. സാധാരണ രീതിയിൽ ചിക്കൻ ഉപയോഗിച്ച് ഒരു ചിക്കൻ സൂപ്പ്. ഇതിലെ ഇൻഗ്രീഡിയൻസൊക്കെ സാധാരണ മാത്രം ചേർക്കുന്ന കാര്യങ്ങളാണ്. അപ്പോൾ സൂപ്പിനുള്ള എല്ലാ ഇൻഗ്രീഡിയൻസും എടുത്തു വെച്ചിട്ടുണ്ട്. നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം, അല്ലേ? എല്ലാവരെയും ഈ സൂപ്പിൻ്റെ വീഡിയോയിലേക്ക് ഹാർദവമായിട്ട് സ്വാഗതം ചെയ്യുന്നു. സൂപ്പിന് ആവശ്യമായിട്ടുള്ള സ്റ്റോക്ക് വാട്ടർ നമുക്ക് ആദ്യമായിട്ട് ഉണ്ടാക്കിയെടുക്കാം. സ്റ്റോക്ക് വാട്ടർ എന്ന് പറയുന്നത് ചിക്കൻ വേവിക്കുന്ന ആ വെള്ളമാണ്. അത് നമുക്ക് എങ്ങനെ ഉണ്ടാക്കിയെടുക്കും എന്ന് നോക്കാം. ഒരു 200 ഗ്രാം എല്ലോട് കൂടിയ ചിക്കൻ്റെ പീസാണ് നമുക്ക് വേണ്ടത്. കൂടുതൽ എല്ലാണ് വേണ്ടത്, ചിക്കൻ്റെ പീസ് കുറച്ച് മതി. അപ്പോൾ അത് നന്നായിട്ട് കഴുകിയെടുത്ത ആ 200 ഗ്രാം എല്ലോട് കൂടിയ ചിക്കൻ്റെ പീസ് നമ്മളിവിടെ എടുത്തിട്ടുണ്ട്. ഇതാണ് നമുക്ക് ഒരു 15 മിനിറ്റ് നേരം അല്ലെങ്കിൽ 20 മിനിറ്റ് നേരം എടുക്കേണ്ടത്. അതിൽ നിന്ന് കിട്ടുന്ന ആ വെള്ളമാണ് സ്റ്റോക്ക് വാട്ടർ എന്ന് പറയുന്നത്. ഇതാണ് സൂപ്പിന് ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള സംഗതി. അപ്പോൾ നമ്മൾ കുക്കർ വെച്ചിട്ടുണ്ട്. കുക്കറിനകത്ത് ഇച്ചിരി വലിയ പാത്രത്തിൽ എടുത്താൽ മതി. അതിലേക്ക് നമുക്കൊരു 5 ഗ്ലാസ് വെള്ളം ഒഴിക്കാം. നല്ല പച്ചവെള്ളം ഒഴിച്ചാൽ മതി. 5 ഗ്ലാസ് വെള്ളമാണ്. നമ്മൾ 4 പേർക്ക് വേണ്ടിയിട്ടാണ് ഇത് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിലേക്ക് നമുക്ക് നമ്മുടെ കഴുകി വെച്ചിരിക്കുന്ന ആ 200 ഗ്രാം എല്ലോട് കൂടിയ ചിക്കൻ്റെ പീസ് ഇട്ട് കൊടുക്കാം. ഇത് നമുക്ക് ഒരു സ്ലോ തീയിൽ വേവിച്ചെടുത്താൽ മതി. നല്ല തീ ആവശ്യമില്ല. ഒരു 15-20 മിനിറ്റ് നേരം വേവിച്ചാൽ മതി. അതിലേക്ക് നമുക്ക് അല്പം ഉപ്പ് പൊടി ഇട്ട് കൊടുക്കാം. ഒത്തിരി ഇൻഗ്രീഡിയൻസ് ഇതിനകത്ത് ഇടണ്ട. ആദ്യമായിട്ട് കുറച്ച് കുരുമുളക് പൊടി, അത് പൊടിയായിട്ടെടുക്കാം, അല്ലെങ്കിൽ തരിതരിയായിട്ട് പൊടിച്ചെടുക്കാം. എങ്ങനെ വേണമെന്ന് നിങ്ങൾ സ്വയം തീരുമാനിക്കുക. ഇവിടെ പൊടിയാണ് ഇട്ടിരിക്കുന്നത്. നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അതിനുശേഷം ആദ്യം ഒരു സ്ലോ തീയ്, പിന്നെ ഒരല്പം കൂടിയ തീയ്, പിന്നെ സ്ലോ തീയ്, അങ്ങനെ ഒരു 15-20 മിനിറ്റ് കൊണ്ട് നമുക്കിതിനെ സ്റ്റോക്ക് വാട്ടർ ആക്കിയെടുക്കാം. ഈ സ്റ്റോക്ക് വാട്ടറാണ് നമ്മുടെ ചിക്കൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി. ഇത് ആ ചിക്കൻ വേകുമ്പോൾ അതിൻ്റെ എസൻസ് എല്ലാം ഈ സ്റ്റോക്ക് വാട്ടറിനകത്ത് വരും. ചെറിയ തീയിട്ട് കൊടുത്താൽ മതി, ഒത്തിരി തീയുടെ ആവശ്യമില്ല. പതുക്കെ നിന്ന് വെന്ത് വന്നാൽ മതി. അപ്പോൾ അതിനകത്ത് എല്ലിനകത്ത്
അതിൻ്റെ എല്ലാം ആ സത്തെല്ലാം ആ വെള്ളത്തിലേക്ക് കലരും. ചെറിയ തീയിട്ട് കൊടുത്താൽ മതി. ഇപ്പോൾ ഏകദേശം തിളച്ച് ആയിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് നിന്ന് നമുക്ക് ആ ചിക്കൻ്റെ പീസ് ഒന്ന് മാറ്റിയെടുക്കാം. ഈ ചിക്കൻ്റെ പീസ് മാറ്റി വെച്ചാൽ മതി. നമുക്ക് ഈ പീസ് തന്നെ പിന്നെ ആവശ്യം വരുന്നുണ്ട്. നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് കോരി മാറ്റിയെടുക്കാം. ഇത്രയും പീസ് ഉണ്ട്. ഈ പീസ് നമുക്ക് മാറ്റി വെക്കാം. അതിനുശേഷം നമുക്ക് നമ്മുടെ ആ സ്റ്റോക്ക് വാട്ടറിൻ്റെ ആദ്യ പടിയായിട്ട് കിട്ടിയിരിക്കുന്ന കണ്ടോ, വെന്ത് നല്ല സത്തൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. ഇതിനെ നമുക്കൊന്ന് അരിച്ചെടുക്കാം. അരിച്ചെടുക്കുമ്പോൾ അതിനകത്തെ കുറച്ച് ഭാഗങ്ങളൊക്കെ മാറി നല്ല ക്ലീനായിട്ട് കിട്ടും. നമുക്ക് അരിപ്പയ്ക്കകത്ത് അരിച്ചെടുക്കാം. അപ്പം നമ്മുടെ 5 ഗ്ലാസ് വെള്ളത്തിലിപ്പം ഒരു 4.5 ഗ്ലാസോളം ആയിട്ട് കിട്ടിയിട്ടുണ്ട്. അരിച്ചെടുത്ത് നമുക്ക് ഇത് മാറ്റി വെക്കാം. കണ്ടോ, അതിൻ്റെ സത്തൊക്കെ ഇറങ്ങി നല്ല ഭംഗിയായിട്ട് ഇരിക്കുന്നു. ഇതാണ് നമ്മുടെ സൂപ്പിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി. നല്ല സ്മെല്ലൊക്കെ വരുന്നുണ്ട്. അപ്പം നമ്മൾ ആ മാറ്റി വെച്ച ചിക്കൻ്റെ എല്ലോടുകൂടി ആ ചിക്കൻ പീസുകളൊക്കെ നമുക്കൊന്ന് പിച്ച് ചീന്തിയെടുക്കാം. അത് പ്രത്യേകിച്ച് കണ്ടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ആ സൂപ്പിനകത്ത് ഇടേണ്ട പീസുകളാണ്. കൈ കൊണ്ട് പതുക്കെ ഒന്ന് പിച്ച് ചീന്തി എടുത്താൽ മതി. അതാണ് അതിൻ്റെ ഭംഗി. അതാണ് അതിൻ്റെ സൂപ്പിൽ വരുമ്പോൾ നല്ല സുഖം. ഇങ്ങനെ എടുത്താൽ മതി. പ്രത്യേകിച്ച് കണ്ടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. എല്ലൊക്കെ ഒന്ന് വേർതിരിച്ച് മാറ്റി കളയണ്ട. എല്ല് നമുക്ക് കറി വെക്കുമ്പോൾ ഉപയോഗിക്കുകയും ചെയ്യാം. ഇതിനകത്ത് നമുക്ക് എല്ലിൻ്റെ ആവശ്യമില്ല. പിച്ച് ചീന്തി ഇങ്ങനെ എടുത്താൽ മതി. ഒരു 100-150 ഗ്രാമോളം നമുക്ക് ചീന്തി എടുത്ത പീസായിട്ട് കിട്ടും. അപ്പോൾ സ്റ്റോക്ക് വാട്ടറും പിച്ച് ചീന്തി എടുത്ത ചിക്കൻ്റെ പീസുകളുമാണ് നമുക്ക് ആദ്യപടിയായിട്ട് കിട്ടിയിരിക്കുന്നത്. സൂപ്പിൻ്റെ ഒരു ചെറിയ ഘട്ടം പരിപാടികൾ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മുടെ ചിക്കൻ സൂപ്പിനകത്ത് ചേർക്കേണ്ട പ്രധാനപ്പെട്ട ചേരുവകളെല്ലാമാണ് ഈ നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്നത്. അത് നിങ്ങളെ ഓരോന്നായിട്ട് പരിചയപ്പെടുത്താം. അപ്പോൾ നമ്മൾ അവിടെ ആ പിച്ച് ചീന്തിയെടുത്ത ചിക്കൻ്റെ പീസ്, എല്ലിൽ നിന്നൊക്കെ വേർപെടുത്തിയെടുത്ത ഈ ചിക്കൻ്റെ പീസാണ് നമുക്ക് സൂപ്പിനകത്തേക്ക് ചേർക്കേണ്ടത്. 4 പേർക്കുള്ള സൂപ്പാണ് നമ്മൾ റെഡിയാക്കുന്നത്. അപ്പോൾ ഇത്രയും ഒരു 100 ഗ്രാമോളം ചിക്കൻ്റെ ഈ പീസ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇതാണ് നമ്മൾ പ്രധാനമായിട്ട് ചേർക്കുന്നത്. അതിനുശേഷം നമുക്ക് കുരുമുളക് പൊടി, അത് പൊടിച്ച് ഇങ്ങനെ തരിയായിട്ട് എടുത്തിരിക്കുന്നതാണ്. നമുക്കത് ഇഷ്ടം ഉള്ളതുപോലെ എടുക്കാൻ സാധിക്കും. തരിയായിട്ടും പൊടിയായിട്ടും എടുക്കാം. ഉപ്പ് നമ്മൾ നേരത്തെ അവിടെ ചേർത്തിട്ടുണ്ട്. അതുകൊണ്ട് ഒരു പകുതി സ്പൂണ് ഉപ്പ് എടുത്താൽ മതി. ഉപ്പും ആവശ്യത്തിന് ചേർക്കുക. ഇനി നമുക്ക് ഇതിനകത്തോട്ട് ചേർക്കേണ്ട വെജിറ്റബിൾസിലെ ക്യാരറ്റാണ്. 3 ക്യാരറ്റ് ക്യൂബായിട്ട് കട്ട് ചെയ്തെടുത്തതാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾ ഇതിനകത്ത് ചേർക്കാൻ പറ്റും. വീട്ടിലെ കുട്ടികൾക്ക് മുതിർന്നവർക്കൊക്കെ ഇഷ്ടപ്പെട്ട വെജിറ്റബിൾ ചേർക്കാം. നമ്മളിവിടെ ക്യാരറ്റ് എടുത്തു. ബീൻസ് ഒരു 4 വലിയ ബീൻസ് എടുത്തിട്ടുണ്ട്. ഒരു 10 ഗ്രാമോളം ഉണ്ട്. അതിനുശേഷം കാബേജും ചേർക്കുന്നുണ്ട്. കാബേജിൻ്റെ ഒരു 10 ഗ്രാം തന്നെ സ്ലൈസായിട്ട് കട്ട് ചെയ്തെടുത്തത്. മല്ലിയിലയാണ്. വെജിറ്റബിൾ നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും ചേർക്കാൻ സാധിക്കും. മുട്ട നമ്മളൊരു 3 നാടൻ മുട്ടയാണ്. അതുകൊണ്ടാണ് നിറം ഇങ്ങനെ ഇരിക്കുന്നത് കേട്ടോ. നാടൻ മുട്ടയ്ക്കാണ് ഗുണം കൂടുതൽ. ഇതിൻ്റെ വെള്ളയാണ് നമുക്ക് ആവശ്യം. അതുകൊണ്ട് നമ്മൾ 3 നാടൻ മുട്ട എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് മാറ്റി വെക്കാം. അതിനുശേഷം പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ് കോൺഫ്ലവർ. ഇതൊരു 5 ടീസ്പൂണാണ് നമുക്ക് ആവശ്യമായിട്ട് വേണ്ടി വരുന്നത്. അത് ഇത്രയും എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് വെള്ളത്തിൽ കലക്കിയാണ് നമ്മുടെ സൂപ്പിന് കൊഴുപ്പ് കിട്ടാൻ വേണ്ടി അവസാനം ചേർക്കേണ്ടത്. അപ്പോൾ ഒരു 1/2 ഗ്ലാസ് വെള്ളം കൂടി നമ്മൾ എടുത്തിട്ടുണ്ട്. ഈ വെള്ളത്തിൽ നമുക്കിത് കലക്കിയെടുക്കണം. ഇത്രയുമാണ് നമ്മുടെ സൂപ്പിൻ്റെ പ്രധാനപ്പെട്ട ഇൻഗ്രീഡിയൻസ്. അപ്പം നമ്മുടെ സ്റ്റോക്ക് വാട്ടർ ചെറിയ തീയിൽ അങ്ങനെ തിളച്ച് വരുന്നുണ്ട്. ഇതിലേക്ക് നമ്മുടെ ക്യാരറ്റ് ഇട്ട് കൊടുക്കാം. ക്യൂബാക്കിയ ക്യാരറ്റ് ഇട്ട് കൊടുക്കാം. മുഴുവൻ തന്നെ അങ്ങ് ഇട്ട് കൊടുക്കാം.
തീ കുറച്ച് മതി, ഫുൾ തീ വേണ്ട. നമ്മുടെ ഈ വെജിറ്റബിൾ ഒന്ന് വാടി വന്നാൽ മതി. ഒരു 10 മിനിറ്റ് മാത്രം സ്ലോ തീയിൽ വെന്താൽ മതി. നമ്മുടെ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ബീൻസ് ഇട്ട് കൊടുക്കാം. നല്ല സ്മെല്ല് വരുന്നുണ്ട്, സൂപ്പിൻ്റെ ആ പാകത്തിലേക്ക് എത്തുന്നുണ്ട്. കാബേജ് അരിഞ്ഞത് നമുക്ക് ഇട്ട് കൊടുക്കാം. ഇതൊന്നും ഒത്തിരി വേകേണ്ട ആവശ്യമില്ല, ഒരു പകുതി വേവായാൽ മാത്രം മതി. അതുകൊണ്ട് തീ കുറച്ച് ഇടുകയാണ് വേണ്ടത്. മല്ലിയില നമുക്കിട്ട് കൊടുക്കാം. മല്ലിയില ആവശ്യത്തിന് ഇട്ടാൽ മതി. വീട്ടിലെ അംഗങ്ങൾക്ക് എങ്ങനെയാണോ ഇഷ്ടം അങ്ങനെ ഇട്ടാൽ മതി. കൂടുതൽ കുറച്ച് വേണമെങ്കിൽ ഇടാം. നമ്മളൊരു സ്പൂണേ എടുത്തിട്ടുള്ളൂ. ഇനി നമുക്ക് നമ്മുടെ ആ ചീന്തി എടുത്തിരിക്കുന്ന ചിക്കൻ്റെ പീസുകൾ, എല്ലിൽ നിന്ന് വേർപെടുത്തിരിക്കുന്ന ചിക്കൻ്റെ പീസുകളും കൂടെ ഇട്ട് കൊടുക്കാം. വെള്ളം നന്നായിട്ട് തീ കൂട്ടിയിടേണ്ട ആവശ്യമില്ല, കുറച്ച് തിളച്ച് വന്നാൽ മതി. ഒരു 15 മിനിറ്റ് നേരത്തോളം ഇത് ചെറിയ തീയിൽ വേകേണ്ടതായിട്ടുണ്ട്. എങ്കിൽ അതെല്ലാം ഒന്ന് നല്ല സെറ്റായിട്ട് വരുള്ളൂ. തീ കുറച്ചിട്ടാൽ മതി. വേഗം തീ ഇട്ട് കഴിഞ്ഞാൽ വെള്ളം നമ്മുടെ പെട്ടെന്ന് പറ്റിപ്പോകും. നമ്മൾ ഒരു 4.5 ഗ്ലാസ് വെള്ളമാണ് ഇപ്പം വെച്ചിരിക്കുന്നത്. ഇതിലൊരു 1/2 ഗ്ലാസ് വറ്റിപ്പോകും. അപ്പം നമുക്ക് 4 പേർക്കുള്ള പാകത്തിനുള്ള സൂപ്പ് ആയിട്ട് കിട്ടും. ചൂടായിട്ട് വരുന്നുണ്ട്, നല്ല സ്മെല്ല് വരുന്നുണ്ട്. നമുക്കിതിലേക്ക് ഇനി കുരുമുളക് പൊടി ഇത്രയും ഇട്ട് കൊടുക്കാം. നേരത്തെ കുരുമുളക് പൊടി ചേർത്തിട്ടുണ്ടായിരുന്നു, അപ്പം നമുക്ക് ഇത്രയും കൂടെ ഇട്ട് കൊടുത്താൽ മതി. നല്ല എരിവ് വേണമെങ്കിൽ കുറച്ചും കൂടി നിങ്ങൾക്ക് ഇടാൻ സാധിക്കും. ഉപ്പ് നേരത്തെ ചേർത്തിരിക്കുന്നതുകൊണ്ട് ഉപ്പും ഇത്രയും നമ്മൾ എടുക്കുന്നുള്ളൂ. ഇനി തീ ചെറിയ തീയിൽ വേവിച്ചാൽ മതി. ഒരു 15 മിനിറ്റ് നേരം മാത്രം വേവിച്ചാൽ മതി. ഇടയ്ക്ക് നമ്മൾ ഇങ്ങനെ ഇളക്കി കൊടുക്കാം. നിങ്ങൾക്ക് നിങ്ങളുടെ ഈ വീഡിയോ വീട്ടിലെ ഫുൾ സ്ക്രീനിൽ കാണാം, മൊബൈലിൽ തിരിച്ച് പിടിച്ച് കാണാം. നല്ല ക്ലാരിറ്റിയിലാണ് നമ്മൾ ഈ വീഡിയോ എടുത്തിരിക്കുന്നത്. ഡീറ്റെയിലായിട്ട് നിങ്ങൾക്ക് ടി വിയിൽ, ആൻഡ്രോയിഡ് ടി വിയിൽ വരെ വീട്ടിൽ ഇട്ട് കാണാൻ സാധിക്കും. അപ്പോൾ നമ്മുടെ സൂപ്പ് ഏതാണ്ട് 3/4 പരുവം എത്തിയിട്ടുണ്ട്. വെജിറ്റബിളൊക്കെ ചെറുതായിട്ട് വാടി വന്നിട്ടുണ്ട്. അതിൻ്റെ നെയ്യൊക്കെ നന്നായിട്ട് വെട്ടിത്തിളങ്ങുന്നുണ്ട്. സൂപ്പിൻ്റെ മണമൊക്കെ ആയി തുടങ്ങുന്നുണ്ട്. അതൊക്കെ ഇളക്കി കൊടുക്കാം. ഇളക്കി നമുക്ക് അതിൻ്റെ ഒരു പരുവത്തിലേക്ക് എത്തിക്കാൻ സാധിക്കും. ഇനി നമുക്ക് ആ നാടൻ മുട്ടയുടെ വെള്ളം നമ്മൾ വേർതിരിച്ചെടുത്തിട്ടുണ്ട്. അത് നമുക്ക് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. നന്നായിട്ട് അടിച്ച് പതപ്പിച്ച് എടുക്കാം. ഈ മുട്ടയുടെ വെള്ളയാണ് നമുക്ക് ഈ വെന്ത് വരുന്ന സൂപ്പിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കേണ്ടത്. ഇത് കോൺഫ്ലവറാണ്, നമ്മളവിടെ എടുത്ത് നേരത്തെ കാണിച്ചായിരുന്നു. ഇത് നമുക്കൊന്ന് 1/2 ഗ്ലാസ് വെള്ളം ചേർത്ത് നന്നായിട്ടൊന്ന് കുറുക്കിയെടുക്കാം. ഈ കോൺഫ്ലവറാണ് നമ്മുടെ സൂപ്പിന് നല്ല കൊഴുപ്പ് ലഭിക്കുന്നതിന് കാരണമാകുന്നത്. ഇത് ഇപ്പം നമ്മളൊരു 5 സ്പൂണാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. നിങ്ങൾക്കത് നല്ല കൊഴുപ്പ് ആവശ്യമാണെങ്കിൽ 1 സ്പൂണും കൂടെ കൂട്ടിയെടുക്കാം. 1/2 ഗ്ലാസ് വെള്ളം എടുത്തിട്ടുണ്ട്. ഇത് ചേർത്ത് നമുക്കൊന്ന് കലക്കി റെഡിയാക്കി നടത്താം. തീ ഒത്തിരി ആവശ്യമില്ല, ചെറിയ തീ മതി. നമ്മൾ ഈ സാധനമൊക്കെ റെഡിയാക്കി വരുമ്പോഴത്തേനും വെള്ളം പറ്റിപ്പോകരുത്, അത് ശ്രദ്ധിച്ച് വേണം തീ ഇടാൻ. തീ ആയാൽ മതി. അപ്പോൾ നമ്മുടെ സൂപ്പ് അവിടെ ഒരുമാതിരി നല്ല ഇളയൊക്കെ ആയി വന്ന് നിൽപ്പുണ്ട്. വെജിറ്റബിളൊക്കെ ഒരു പാകത്തിനായിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് നമ്മുടെ കലക്കിയ കോൺഫ്ലവർ ഒഴിച്ചു കൊടുക്കാം. ഒഴിച്ചു കൊടുക്കുമ്പോൾ നന്നായിട്ട് ഇളക്കി കൊടുക്കണം. ഈ കോൺഫ്ലവർ ഒന്ന് വേകാനൊരു 2-3 മിനിറ്റ് ആവശ്യമാണ്. ആ സമയം കൊണ്ട് തന്നെ നമ്മുടെ സൂപ്പ് ഏതാണ്ട് ഒരു പരുവത്തിലേക്ക് കുറുകി എത്തും. ഒക്കെ ചെറുതായിട്ട് ഒഴിച്ചു കൊടുക്കാം. പെട്ടെന്ന് ഒഴിക്കരുത്, പതുക്കെ അങ്ങ് ഒഴിച്ചാൽ മതി. നിങ്ങൾക്ക് എത്ര കൊഴുപ്പ് ആവശ്യമാണോ അത്ര രീതിയിൽ കോൺഫ്ലവർ എടുക്കാൻ സാധിക്കും. നമ്മളിവിടെ ഒരു മീഡിയം രീതിയിലാണ് എടുത്തിരിക്കുന്നത്. നന്നായിട്ട് ഇളക്കി കൊടുക്കാം. തീ കുറച്ചിട്ടാൽ മതി, വെള്ളം പെട്ടെന്ന് പറ്റിപ്പോകരുത്. നന്നായിട്ട് ഒരു കുഴമ്പ് പരുവാകുമ്പോൾ നല്ല കുറുകി വരുമ്പോൾ നമുക്ക്
ഏതാണ്ട് ആയി വന്നിട്ടുണ്ട്. വെജിറ്റബിളൊക്കെ നല്ല പാകമായിട്ടുണ്ട്. നല്ല സ്മെല്ല് വരുന്നുണ്ട്. നമ്മൾ പുറത്തുനിന്നൊക്കെ കഴിക്കുന്ന ആ ഒരു സൂപ്പിൻ്റെ ലെവലിൽ എത്തിയിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ബീറ്റ് ചെയ്ത മുട്ടയുടെ വെള്ള ചെറിയ നൂല് പോലെ ഒഴിച്ചു കൊടുക്കാം. അപ്പോഴാണ് നമ്മുടെ ആ സൂപ്പിൻ്റെ യഥാർത്ഥ കണ്ടോ നല്ലൊരു കാഴ്ചയ്ക്ക് നല്ലൊരു ഭംഗി വന്നിട്ടുണ്ട്. ഒരുമിച്ച് ഒഴിക്കരുത്, ചെറിയ നൂല് പോലെ ഒഴിച്ചു കൊടുത്തിട്ട് ഒഴിക്കുന്നതോടൊപ്പം തന്നെ സ്പൂൺ കൊണ്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കണം. തീ കുറച്ചും പാടുള്ളൂ, കൂടുതൽ തീ ഇടരുത്, അപ്പോൾ പെട്ടെന്ന് പറ്റിപ്പോവും. നമുക്ക് ഇനി കുറഞ്ഞ തീയിൽ നന്നായിട്ട് ഇളക്കി അതിനെ നമുക്ക് എങ്ങനെ ആവശ്യമാണോ അങ്ങനെ എടുക്കാം. അവസാനമായിട്ട് ഒന്ന് ഗാർണിഷ് ചെയ്യാൻ വേണ്ടി നമുക്ക് മല്ലിയിലയും കൂടെ ഇട്ട് കൊടുക്കാം. മല്ലിയില ഇവിടെ കട്ട് ചെയ്യണമെന്നില്ല, അത് വെറുതെ അങ്ങോട്ട് ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ സൂപ്പ് റെഡി ആയിട്ടുണ്ട്. ഉണ്ടോ, അടിപൊളിയായിട്ട് സൂപ്പ് റെഡി ആയിട്ടുണ്ട്. സാധാരണ രീതിയിൽ വീട്ടിൽ ഒക്കെ ഉണ്ടാക്കാവുന്ന രീതിയിലാണ് എടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് ഈ സൂപ്പിന് ആവശ്യമായിട്ടുള്ള ചില്ലി വിനീഗർ ഉണ്ടാക്കാം. ഈ ചില്ലി വിനീഗർ നമ്മൾ നേരത്തെ ഒരു വീഡിയോയ്ക്കകത്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, എന്നാലും ഒന്നുകൂടി പരിചയപ്പെടുത്തുകയാണ്. ഒരു 20 മില്ലി വിനീഗർ എടുക്കാം. ഈ സൂപ്പിന് ഏറ്റവും അടിപൊളിയാണ് ചില്ലി വിനീഗർ. അല്പം ഉപ്പിട്ട് കൊടുക്കാം, നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അതിനുശേഷം നമുക്ക് പച്ചമുളക് കട്ട് ചെയ്ത്, ഒരു പച്ചമുളക് മതി, വട്ടത്തിൽ കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കാം. അല്പം സോയാ സോസ് ഒഴിച്ച് കൊടുക്കാം. ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടി ഒരു 1/2 സ്പൂണ് പഞ്ചസാര ഇട്ട് കൊടുക്കാം. നന്നായിട്ടൊന്ന് ഇളക്കുക. കണ്ടോ, അപ്പോൾ ചില്ലി വിനീഗർ റെഡിയായി. സൂപ്പിന് ഏറ്റവും നല്ലതാണ്. ഇഷ്ടമുള്ളവർക്ക് ഇത് ചേർത്ത് കഴിക്കാം. എന്നാലും സൂപ്പിന് മസ്റ്റായിട്ട് ചില്ലി വിനീഗർ വേണം, അതാണ് അതിൻ്റെ കോമ്പിനേഷൻ. അപ്പോൾ നമ്മുടെ ചില്ലി വിനീഗറും റെഡി ആയിട്ടുണ്ട്. സൂപ്പ് നന്നായിട്ട് ചൂടോട് കൂടിയാണ് സൂപ്പ് സെർവ് ചെയ്യേണ്ടത്. നമുക്ക് സൂപ്പ് നമ്മുടെ ഒരു ബൗളിലേക്ക് ഒഴിക്കാം. നല്ല കുറുകി കുരുമുളകിൻ്റെ വെജിറ്റബിളിൻ്റെ ഒക്കെ നല്ല സ്മെല്ല് വരുന്നുണ്ട്. നമ്മൾ കടയിൽ നിന്ന് പോയി റെസ്റ്റോറൻറ്റിൽ നിന്നൊക്കെ പോയി മേടിച്ച് കഴിക്കുന്ന അതേ രുചിയിൽ എത്തിയിട്ടുണ്ട്. ബൗളിലേക്ക് ഒഴിച്ച് ചൂടോടുകൂടി സെർവ് ചെയ്യാം. സൂപ്പ് എപ്പോഴും നല്ല ചൂടോടെയാണ് കഴിക്കേണ്ടത്. തണുത്ത് കഴിയുമ്പോൾ അത് കോട്ടിങ് വന്നു പോകും. അപ്പോൾ നമുക്ക് കഴിക്കാനുള്ള ആ ഒരു ഇൻട്രസ്റ്റ് പോകും. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് സൂപ്പ് കുടിച്ച് തീർക്കുക, അതാണ് അതിൻ്റെ ഒരു സ്റ്റൈൽ. സൂപ്പ് എല്ലാവർക്കും ഇഷ്ടമായെന്ന് പ്രതീക്ഷിക്കുന്നു. ഹായ്, പ്രിയപ്പെട്ട എല്ലാവർക്കും ഈ അടിപൊളി ചിക്കൻ സൂപ്പ് ഇഷ്ടമായെന്ന് പ്രതീക്ഷിക്കുന്നു. കുറേ വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ ഹോട്ടൽ മാനേജ്മെൻറ്റ് പഠിച്ചതാണ്. കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള ഒരുപാട് സ്റ്റാർ ഹോട്ടലിൽ ജോലി ചെയ്തിട്ടുണ്ട്. വർഷങ്ങൾക്ക് മുമ്പ് കേരളത്തിന് വെളിയിലും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഒരുപാട് ആൾക്കാർക്ക് നമ്മൾ ഈ സൂപ്പ് കൊടുത്തിട്ടുണ്ട്, ഇങ്ങനെ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഒത്തിരി സൂപ്പുകളുടെ റെസിപ്പി അറിയാം. സമയം കിട്ടുന്ന പോലെ വീണ്ടും കുക്കിംഗ് സെക്ഷനിൽ അങ്ങനെ വരുന്നതായിരിക്കും. ഒരു കാര്യം കൂടി പറയട്ടെ, മലയാളത്തിലെ ഒരുമാതിരിപ്പെട്ട എല്ലാ താരങ്ങളെയും നേരിട്ട് കണ്ടിട്ടുണ്ട്. അവർക്കൊക്കെ നമ്മൾ ഫുഡ് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ റെസിപ്പിയും ഫുഡൊക്കെ മോശമാണെന്ന് ആരും ചിന്തിച്ചേക്കരുത്. നമ്മൾ കഴിക്കുന്നതും അവർ കഴിക്കുന്നതൊക്കെ സെയിം ഫുഡ് തന്നെയാണ്. ഈ സെയിം കൈ കൊണ്ട് തന്നെ അവർക്കൊക്കെ ഇത് വിളമ്പി കൊടുത്തിട്ടുണ്ട്. അവരുടെ പേരുകളൊക്കെ ഞാനിവിടെ പറയുന്നില്ല, എന്നാലും വളരെ നേരിട്ട് നമ്മുടെ മലയാളത്തിലെ ഒരുപാട് സിനിമാ താരങ്ങളെ, സൂപ്പർ താരങ്ങളെയൊക്കെ കണ്ടിട്ടുണ്ട്. അവർക്ക് വേണ്ടി ഇതുപോലെ ഭക്ഷണങ്ങളൊക്കെ ട്രീറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഈ സൂപ്പിൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാം, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് രേഖപ്പെടുത്താം. നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ ഇനിയും ഇതുപോലെ ഇടുന്ന വ്യത്യസ്തമായിട്ടുള്ള അടിപൊളി സൂപ്പുകളുടെ വീഡിയോയും ഫുഡിൻ്റെ റെസിപ്പിയൊക്കെ നിങ്ങളുടെ ഫോണിലേക്ക് പട്ടാന്നെത്തും. ആ ബെല്ലൈക്കൺ ഒന്ന് ഓണാക്കി വെക്കണം. കൂട്ടുകാരോടൊക്കെ പറയണം നല്ല വീഡിയോ ആണ്, നല്ല ചാനലാണ് എന്നൊക്കെ. അത് ഞങ്ങൾക്കും ഒരു സന്തോഷമാണ് വീണ്ടും വീണ്ടും നല്ല വീഡിയോ ചെയ്യാൻ. അപ്പോൾ ഈ വീഡിയോ കണ്ടതിലുള്ള അതിയായ സന്തോഷം അറിയിച്ചുകൊണ്ട് വീണ്ടും നല്ല വീഡിയോ ചെയ്യാമെന്നുള്ള പ്രതീക്ഷയിൽ ഇപ്പോൾ പോകുന്നു. എല്ലാവർക്കും സ്നേഹത്തോടെ ബൈ.